എല്ലാ സ്യൂഡോ സയൻസ് പ്രചാരകരുടെയും ഒരു പഞ്ച് ഡയലോഗാണ് ഇന്നത്തെ സയൻസ് നാളത്തെ വിഡ്ഢിത്തം. പ്രധാനമായും ഇംഗ്ലീഷ് മരുന്നുകളെക്കുറിച്ചാണ് ഇവർ ഇത് പ്രയോഗിക്കാറ്. ശാസ്ത്രം എന്ന് പറയുന്നത് എന്നും പുരോഗതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതായത് എന്നും അവർ കണ്ടുപിടിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി അത് റിഫൈൻ ചെയ്ത് അതുവരെയുള്ള കാര്യങ്ങളെ ഒരു ചവിട്ടുപടിയാക്കി അടുത്ത നല്ലതിലേക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്ത് അതിനെ വികസിപ്പിച്ച് അതിനെ റിഫൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. അല്ലാതെ ഒരിക്കലും പഴയതിനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ പഴയത് ചീത്തയാണ് എന്ന് അവതരിപ്പിക്കുകയല്ല സയൻസ് ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ സർജറി തന്നെ എടുക്കാം. ഓപ്പൺ സർജറി ആയിരുന്നത് അത് മാറി ലാപ്രോസ്കോപ്പിക്കായി, ഇപ്പോൾ റോബോട്ടിക്കായി എന്ന് വിചാരിച്ച് പഴയ സർജറി ചെയ്തവർക്ക് ആർക്കെങ്കിലും എന്ത് അപകടമോ അല്ലെങ്കിൽ അത് മോശമായിരുന്നോ എന്ന് അർത്ഥമാക്കുന്നില്ല. അതുപോലെയാണ് മരുന്നുകളുടെ കാര്യം. ഇവിടെ എല്ലാവരും പറയും മരുന്ന് നിരോധിച്ചു എന്ന്. മരുന്ന് ഒരിക്കലും ആരും നിരോധിക്കാറില്ല. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുമ്പോൾ പഴയ മരുന്നുകൾ വേണ്ട എന്ന് വയ്ക്കുകയും അല്ലെങ്കിൽ അതിനൊക്കെ കൂടുതൽ ഗുണമുള്ള മരുന്നുകൾ വരുമ്പോൾ പഴയതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ചില കോമ്പിനേഷൻസ് വേണ്ട എന്നുമാണ് അവർ വയ്ക്കാറ്. അതായത് മരുന്നുകൾ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും നിരോധിക്കാറില്ല. ഇത്തരക്കാരുടെ ഒരു പ്രചാരണം മാത്രമാണ് ഇത്. അതുപോലെ തന്നെ സ്യൂഡോ സയൻസ് പ്രചാരകർ ഒരിക്കലും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യാറില്ല. അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് തന്നെ അറിവില്ല. അതുപോലെ തന്നെ അത് 5000 വർഷം കഴിഞ്ഞാലും അത് അന്നേപടി തന്നെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അവരുടെ സയൻസ് മുമ്പോട്ട് പോകുന്നില്ല. അതുകൊണ്ട് അതിൽ തെറ്റില്ല എന്നവർ തെറ്റിദ്ധരിക്കുക മാത്രമാണ്. ഇനി ഇത് പറഞ്ഞു വരുമ്പോൾ താലിഡോമൈഡ് എന്ന് പറഞ്ഞ് എല്ലാവരും വരും. താലിഡോമൈഡ് ഇപ്പോഴും നമ്മൾ മെഡിക്കൽ സയൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഇൻഡിക്കേഷൻ മാറി ഇപ്പോൾ മൾട്ടിപ്പിൾ മൈലോമ, ലെപ്രസി എന്നിവയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സയൻസ് എന്ന് പറയുന്നത് പുരോഗതിയാണ്. ഒരിക്കലും ഇന്നലത്തെ സയൻസ് ഇന്ന് വിഡ്ഢിത്തമാകുന്നില്ല. ഇന്നലത്തെ സയൻസ് ഇന്നത്തെ സയൻസിന് അല്ലെങ്കിൽ നാളെയുടെ സയൻസിൻ്റെ ഒരു ചവിട്ടുപടി മാത്രമാകുന്നുള്ളൂ. നിങ്ങളെ പറ്റിക്കാൻ സ്യൂഡോ സയൻസുകാർക്ക് അവർ ഒരിക്കലും ഒരു കാര്യവും പഠനം വിധേയമാക്കാത്തതുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ പറയുന്നു എന്ന് മാത്രം.